പിന്നെ ഇനിയിപ്പോൾ നോക്കാനുള്ളതെന്ന് വെച്ചാൽ കീ മാനേജ്മെന്റ് ആണ്. അപ്പോൾ ഈ കീ മാനേജ്മെന്റിൽ തന്നെ നമ്മൾ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ ആണ് കണ്ടത്. അതായത് പബ്ലിക് അനൗൺസ്മെന്റ്, ട്രസ്റ്റഡ് സെന്റർ, സർട്ടിഫിക്കേഷൻ അതോറിറ്റി, ഈ 3 കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടായിരുന്നു. അപ്പൊ ഇത് പബ്ലിക് ക്രിപ്റ്റോഗ്രഫിയിലാണ് പബ്ലിക് കീ ഡിസ്ട്രിബ്യൂഷന്റെ കീ മാനേജ്മെന്റ് സ്റ്റെപ്സ് നമ്മൾ നോക്കുന്നത്. ഇനി നമ്മളിപ്പം സാധാരണ സിമെട്രിക് ക്രിപ്റ്റോഗ്രഫി ആണെന്ന് വെച്ചോ, അങ്ങനെയാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ 2 ടെക്നിക്ക് ആയിരിക്കും. അതായത് സിമെട്രിക് കീ എങ്ങനെ ജനറേറ്റ് ചെയ്യാന്നുള്ള ടെക്നിക്ക്. അപ്പൊ അതിൽ വരുന്നത് സിമെട്രിക് കീ ഡിസ്ട്രിബ്യൂഷനും വരുന്നുണ്ട്, സിമെട്രിക് കീ എഗ്രിമെന്റും വരുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതെന്ന് വെച്ചാൽ ഇത് അസിമെട്രിക് കീ ക്രിപ്റ്റോഗ്രഫിയിലെ കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത്. ഇനി സിമെട്രിക് കീ ക്രിപ്റ്റോഗ്രഫിയിൽ ഈ സിമെട്രിക് കീ അല്ലെങ്കിൽ പാസ്വേഡ് എങ്ങനെ ബാക്കി ആർക്കും കൊടുക്കാണ്ട് ഷെയർ ചെയ്യുക എന്നുള്ള കാര്യമാണ് ഈ സിമെട്രിക് കീ ക്രിപ്റ്റോഗ്രഫിയിൽ വരുന്നത്. ഓക്കെ, അപ്പൊ അത് എങ്ങനെയാന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വരുന്നത് എന്ന് വെച്ചാൽ കീ ഡിസ്ട്രിബ്യൂഷൻ സെന്റർ ആണ്. ഇവിടെ സിമെട്രിക് കീ എന്താ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ അസിമെട്രിക് കീ ക്രിപ്റ്റോഗ്രഫി വളരെ ചുരുക്ക ആവശ്യങ്ങൾക്ക് മാത്രമാണ് അസിമെട്രിക് കീ ക്രിപ്റ്റോഗ്രഫി ഉപയോഗിക്കുന്നുള്ളൂ. അപ്പം ഇന്റർനെറ്റിൽ കൂടെയുള്ള കമ്മ്യൂണിക്കേഷൻ തന്നെയാണെങ്കിലും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ സിമെട്രിക് കീ ക്രിപ്റ്റോഗ്രഫി ആയിരിക്കും. കാരണം അതിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ അത് കുറച്ചുകൂടി ഫാസ്റ്റർ ആണ്. Comparing to asymmetric key cryptography, symmetric key cryptography is somewhat faster. So we are opting for symmetric key cryptography for high bandwidth communication. അപ്പോൾ നമ്മുടെ ഇന്റർനെറ്റിൽ യൂസ് ചെയ്യുന്ന സിമെട്രിക് കീ ക്രിപ്റ്റോഗ്രഫിന്റെ 2 ടെക്നിക്ക് എന്ന് വെച്ചാൽ ഒന്ന് കീ ഡിസ്ട്രിബ്യൂഷൻ സെന്ററും പിന്നെ സിമെട്രിക് കീ എഗ്രിമെന്റുമാണ്, അല്ലെങ്കിൽ ഡെഫി-ഹെൽമാൻ കീ എഗ്രിമെന്റ്. കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് കീ ഡിസ്ട്രിബ്യൂഷൻ സെന്ററും ഡെഫി-ഹെൽമാൻ കീ എഗ്രിമെന്റുമാണ്. ഇതിലെ കീ ഡിസ്ട്രിബ്യൂഷൻ സെന്റർ ഇത് കുറച്ചും കൂടി പണ്ടത്തെ ഒരു ടെക്നിക്കായിരുന്നു, അൽഗോരിതം ഒരു ടെക്നിക്കായിരുന്നു. ഇപ്പൊ അത് മാറിയിട്ട് ഡെഫി-ഹെൽമാൻ കീ എഗ്രിമെന്റ് ആണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഈ സിമെട്രിക് കീ ക്രിപ്റ്റോഗ്രഫിയിൽ ഈ കീ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സെർവറാണ് കീ ഡിസ്ട്രിബ്യൂഷൻ സെന്റർ. അപ്പൊ ഈ കീ ഡിസ്ട്രിബ്യൂഷൻ സെന്റർ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാറ്റ കമ്മ്യൂണിക്കേഷനിലെ നമുക്ക് ഉള്ള സിമെട്രിക് കീസ് 2 പാർട്ടി തമ്മിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കീ ഡിസ്ട്രിബ്യൂഷൻ സെന്റർ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ സപ്പോസ് ആലീസിനും ബോബിനും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് വെച്ചോ, അപ്പൊ ആലീസ് എന്ത് ചെയ്യുന്നു, കീ ഡിസ്ട്രിബ്യൂഷൻ സെന്ററിന്റെ അടുത്ത് ചെന്നിട്ട് ചോദിക്കും ഒരു സിമെട്രിക് കീ അലോക്കേറ്റ് ചെയ്ത് തരാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ കീ ഡിസ്ട്രിബ്യൂഷൻ സെന്റർ ആലീസിനും ബോബിനും ഒരു സിമെട്രിക് കീ, രണ്ടും ഈക്വൽ ആയിട്ടുള്ള ഒരു സിമെട്രിക് കീ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. അപ്പൊ ഈ സിമെട്രിക് കീ വെച്ചിട്ടായിരിക്കും പിന്നീട് ആലീസും ബോബും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആയില്ലേ? അപ്പൊ ഇതിന്റെ ഒരു തേർഡ് പാർട്ടി വരുവാന്ന് വെച്ചോ, ബെറ്റ്സി ഉണ്ട് തേർഡ് പാർട്ടി. അപ്പൊ ബെറ്റ്സിക്ക് ഈ ആലീസും ബോബും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഡീക്രിപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അതൊരു കെ എന്ന് പറഞ്ഞ കീ വെച്ചിട്ടായിരിക്കും ഇതെന്ത് ചെയ്യുന്നു, ഈ കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തേക്കുന്നത്. പക്ഷെ ബെറ്റ്സിയുടെ കയ്യിൽ ഈ കീ ഉണ്ടാവുകയില്ല. കാരണം ഈ കീ ഡിസ്ട്രിബ്യൂഷൻ സെന്റർ ആലീസിനും ബോബിനും മാത്രമാണ് കീ അലോക്കേറ്റ് ചെയ്യുള്ളൂ, ബെറ്റ്സിക്ക് കീ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കൂല. അപ്പൊ ഈ ആലീസും ബോബും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ കോൺഫിഡൻഷ്യൽ ആയിരിക്കും. അപ്പൊ ഇത് കീ ഡിസ്ട്രിബ്യൂഷൻ സെന്ററിന്റെ ടെക്നിക്ക് വളരെ സിമ്പിൾ ആണ്. ഇപ്പൊ ആലീസിന് ബോബുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് എന്ത് ചെയ്യും, ആലീസ് സെൻഡ് റിക്വസ്റ്റ് കീ ഡിസ്ട്രിബ്യൂഷൻ സെന്റർ സ്റ്റേറ്റിംഗ് ദാറ്റ് ഷീ നീഡ് എ സെഷൻ secret key between herself and Bob. So the key distribution center inform Bob about Alice's request. If Bob agrees, a session key is created between two. So നമുക്ക് ആദ്യം കീ ഡിസ്ട്രിബ്യൂഷൻ സെന്റർ എന്ത് ചെയ്യുന്നു, ആലീസ് എന്ത് ചെയ്യുന്നു, കീ ഡിസ്ട്രിബ്യൂഷൻ സെന്ററിലേക്ക് ബോബുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യും. അപ്പൊ ഈ കീ ഡിസ്ട്രിബ്യൂഷൻ സെന്റർ ബോബിനെ എന്ത് ചെയ്തു, ഇൻഫോം ചെയ്യും, അതായത് ആലീസിനെ ബോബുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന്. അപ്പൊ ബോബ് അഗ്രി ചെയ്യുകയാണെങ്കിൽ കീ ഡിസ്ട്രിബ്യൂഷൻ സെന്റർ ആലീസിനും ബോബിനും ഒരു സെഷൻ കീ, ഒരു സിമെട്രിക് കീ എന്ത് ചെയ്യുന്നു, അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. അപ്പൊ ഈ കീ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും പിന്നീടുള്ള ആലീസും ബോബും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ. ഇതാണ് ബേസിക്കലി കീ ഡിസ്ട്രിബ്യൂഷൻ സെന്ററിന്റെ പ്രൊസീജിയർ.
ഈ നെസ്റ്റ് എന്ന് വെച്ചാൽ നമുക്ക് ഈ കീ ഡിസ്ട്രിബ്യൂഷൻ സെന്റർ തന്നെ പല രീതിയിൽ അറേഞ്ച് ചെയ്യാം. അപ്പൊ ഇതെന്ന് വെച്ചാൽ ഒരു എന്താണ് ഫ്ലാറ്റ് ആയിട്ടുള്ള അറേഞ്ച്മെന്റ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ എന്താണ് ഇത് എന്താണ് ഫ്ലാറ്റ് മൾട്ടിപ്പിൾ കീ ഡിസ്ട്രിബ്യൂഷൻ സെന്റർ എന്ന് പറയാം. ഇനി ഇതിപ്പം എന്ന് വെച്ചാൽ ഹയറാർക്കിക്കൽ ആണെങ്കിൽ ഹയറാർക്കിക്കൽ മൾട്ടിപ്പിൾ കീ ഡിസ്ട്രിബ്യൂഷൻ സെന്റർ എന്ന് പറഞ്ഞിട്ടുള്ള പേര് നമുക്ക് അത് കൊടുക്കാൻ പറ്റും. അപ്പൊ ഇതൊക്കെ എന്താന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ കീ ഡിസ്ട്രിബ്യൂഷൻ സെന്റർ യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു കീ ഡിസ്ട്രിബ്യൂഷൻ സെന്ററിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന എന്താണ് കണക്ഷൻസിന്റെ എണ്ണത്തിന് ചിലപ്പോൾ ഒരു ലിമിറ്റ് ഉണ്ടാവും. കാരണം എന്താണ് സെർവറിന്റെ ഫംഗ്ഷനാലിറ്റിക്കൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. അപ്പൊ സപ്പോസ് ഈ കീ ഡിസ്ട്രിബ്യൂഷൻ സെന്റർ ഒരു 1000 കണക്ഷൻസ് ആണ് അറ്റ് എ ടൈമിൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അടുത്ത കീ ഡിസ്ട്രിബ്യൂഷൻ സെന്റർ എത്രയാണ്? ഇതും 1000 കണക്ഷൻസ് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ എനിക്ക് എത്രയാണ്? ഒരു 5000 ആൾക്കാരുണ്ടെന്ന് വെച്ചാൽ ഒരു സിസ്റ്റത്തില്. അപ്പൊ 5000 ആൾക്കാരുണ്ടെങ്കിൽ എനിക്ക് എന്താണ് 5 കീ ഡിസ്ട്രിബ്യൂഷൻ സെന്റർ വേണം. അപ്പൊ അവ എന്താണ് ഫ്ലാറ്റ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞെങ്കിൽ അതിനെ ഫ്ലാറ്റ് മൾട്ടിപ്പിൾ കീ ഡിസ്ട്രിബ്യൂഷൻ സെന്റർ എന്ന് പറയാം. സോ the multiple key distribution center is used when a number of people using key distribution center increases. The system become unmanageable and bottleneck can result. To solve this problem, we need to have multiple key distribution center. We can divide the world into domains. Each domain have one or more key distribution center. Now, if Alice want to send some confidential messages to Bob, who belong to another domain, Alice contact key distribution center, which in turn contact the key distribution center in the Bob domain. When two key distribution center can create a secret key between Alice and Bob. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഇവർ പറയുന്നതെന്ന് വെച്ചാൽ ഈ കീ ഡിസ്ട്രിബ്യൂഷൻ സെന്റർ ഒക്കെ എന്താണ് ഓരോ ഡൊമൈനിലായിരിക്കും വർക്ക് ചെയ്തേക്കുന്നത്. സപ്പോസ് നമ്മുടെ ഈ ഫസ്റ്റ് കീ ഡിസ്ട്രിബ്യൂഷൻ സെന്റർ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കോളേജ് GEC വയനാട് ഉള്ള കീസ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഈ കീ ഡിസ്ട്രിബ്യൂഷൻ സെന്റർ വർക്ക് ചെയ്യുന്നത്. ഈ സെക്കൻഡ് കീ ഡിസ്ട്രിബ്യൂഷൻ സെന്റർ GEC കണ്ണൂര് ഉള്ള കീസ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും സെക്കൻഡ് കീ ഡിസ്ട്രിബ്യൂഷൻ സെന്റർ വർക്ക് ചെയ്യുന്നത്. അപ്പൊ സപ്പോസ് ആലീസ് ഇവിടെ ബോബ് രണ്ടാമത്തെ സിസ്റ്റത്തിലോ ആണെന്ന് വെച്ചോ. അപ്പൊ എന്ത് ചെയ്യുന്നു? ആലീസിന് ബോബിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ആലീസ് ആദ്യം എന്താണ് നമ്മുടെ കോളേജിന്റെ കീ ഡിസ്ട്രിബ്യൂഷൻ സെന്ററിൽ പോകും. നമ്മുടെ കോളേജിന്റെ കീ ഡിസ്ട്രിബ്യൂഷൻ സെന്റർ കണ്ണൂർ കോളേജിന്റെ കീ ഡിസ്ട്രിബ്യൂഷൻ സെന്ററിൽ കണക്ട് ചെയ്തിട്ട് അവിടുന്ന് ബോബുമായിട്ട് ഒരു സീക്രട്ട് കീ എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിനെയാണ് ഫ്ലാറ്റ് മൾട്ടിപ്പിൾ കീ ഡിസ്ട്രിബ്യൂഷൻ സെന്റർ എന്ന് പറയുന്നത്. ഇനിയിപ്പോ ഈ കീ ഡിസ്ട്രിബ്യൂഷൻ സെന്റർ എന്ന് വെച്ചാൽ നമ്മൾ ഹയറാർക്കിക്കൽ ആയിട്ട് അറേഞ്ച് ചെയ്തേക്കുന്നെങ്കിൽ ഹയറാർക്കിക്കൽ മൾട്ടിപ്പിൾ കീ ഡിസ്ട്രിബ്യൂഷൻ സെന്റർ എന്ന് പറയും. ഇവിടെ ഹയറാർക്കിക്കൽ എന്ന് പറഞ്ഞാൽ ഒരു ഇന്റർനാഷണൽ കീ ഡിസ്ട്രിബ്യൂഷൻ സെന്റർ ഇവിടെ കാണാൻ പറ്റും. പിന്നെ നാഷണൽ കീ ഡിസ്ട്രിബ്യൂഷൻ സെന്റർ ഉണ്ട്, ലോക്കൽ കീ ഡിസ്ട്രിബ്യൂഷൻ സെന്റർ ഉണ്ട്. അപ്പം സപ്പോസ് ആലീസും ബോബ് 2 കോണ്ടിനെന്റിൽ അല്ലെങ്കിൽ 2 കൺട്രീസിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ആലീസ് എന്ത് ചെയ്യുന്നു? ബോബുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ലോക്കൽ കീ ഡിസ്ട്രിബ്യൂഷൻ സെന്ററിൽ പോകും. അവിടുന്ന് നാഷണൽ കീ ഡിസ്ട്രിബ്യൂഷൻ സെന്ററിൽ പോകും. അവിടുന്ന് ഇന്റർനാഷണൽ കീ ഡിസ്ട്രിബ്യൂഷൻ സെന്ററിൽ പോകും. അവിടുന്ന് ഇങ്ങനെ സെയിം പ്രൊസീജിയർ വെച്ചിട്ട് ബോബും ആലീസും തമ്മിൽ ഒരു കീ എന്താണ് ഈ കീ ഡിസ്ട്രിബ്യൂഷൻ സെന്റർ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കും. ഈ കീ ഉപയോഗിച്ചുകൊണ്ട് ബോബിനും ആലീസിനും ഡയറക്റ്റ് ആയിട്ട് പിന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഇതിന്റെ മെയിൻ പ്രോബ്ലം എന്ന് വെച്ചാൽ എന്താണ്? മൾട്ടിപ്പിൾ സെർവേഴ്സിന്റെ ആവശ്യമുണ്ട് കീ ഡിസ്ട്രിബ്യൂഷൻ സെന്ററിന്റെ. മാത്രമല്ല ഈ കീ ഡിസ്ട്രിബ്യൂഷൻ സെന്റർ എന്താണ് കുറച്ചുകൂടി എന്താണ് സേഫ് ആയിട്ട് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാനും വേണം. വേറെ എന്താണ് ഒരു ഇതിന്റെ അകത്തേക്ക് വേറെ ആർക്കും ആക്സസ് ഉണ്ടാകാൻ പറ്റില്ല. അതേപോലെ തന്നെ വേറെ ആരും ഈ കൊടുക്കുന്ന ആലീസിനും ബോബിനും കൊടുക്കുന്ന കീ വേറെ ആർക്കും ഒരു തേർഡ് പാർട്ടിക്ക് കീ ഡിസ്ട്രിബ്യൂഷൻ സെന്റർ കൊടുക്കാൻ പാടില്ല. ഇങ്ങനെ കുറെ കൺസ്ട്രെയിൻസ് ഇവിടെ വരും. അപ്പൊ ഈ കൺസ്ട്രെയിൻസ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അടുത്തൊരു ടെക്നിക്ക്, ഒരു സിമെട്രിക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള വേറൊരു ടെക്നിക്ക് ആയിട്ടുള്ള ഡെഫി-ഹെൽമാൻ കീ എഗ്രിമെന്റ് ആണ്. അടുത്ത ഈ ഡെഫി-ഹെൽമാൻ കീ എഗ്രിമെന്റ് യൂസ് ചെയ്തുകൊണ്ടാണ് കോമൺ ആയിട്ട് ഇന്റർനെറ്റിൽ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്. ഇത്രയും ക്ലിയർ ആയില്ലേ? അതായത് ഇപ്പം കീ ഡിസ്ട്രിബ്യൂഷൻ സെന്റർ എന്ന് പറഞ്ഞ ഒരു തേർഡ് പാർട്ടി സെർവർ ആണ്. അപ്പൊ ഈ തേർഡ് പാർട്ടി സെർവർ നമുക്ക് എത്രമാത്രം വിശ്വസിക്കാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഈ തേർഡ് പാർട്ടി സെർവർ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ടെക്നിക്കാണ് ഈ ഡെഫി-ഹെൽമാൻ കീ എഗ്രിമെന്റ്. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പൊ ഇത് ഡെഫി-ഹെൽമാൻ കീ എഗ്രിമെന്റ് എന്ന് വെച്ചാൽ
അപ്പം സപ്പോസ് ഇവിടെ ആലീസിനും ബോബിനും എന്ന് വെച്ചാൽ ഒരു സീക്രട്ട് കീ എസ്റ്റാബ്ലിഷ് ചെയ്യണം. ആലീസും ഉണ്ട്, ബോബും ഉണ്ട്. ആലീസും ഉണ്ട്, ബോബും ഉണ്ട്. അപ്പൊ ഈ ആലീസിനും ബോബിനും ഒരു സീക്രട്ട് കീ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവര് ഒരു തേർഡ് പാർട്ടിയുടെ ഹെൽപ്പ് ഇല്ലാണ്ട് ഇവര് തമ്മിലൊരു സീക്രട്ട് കീയിലെ എഗ്രിമെന്റിൽ എത്തുന്നതിനെയാണ് ഡെഫി-ഹെൽമാൻ കീ എഗ്രിമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് കുറച്ച് സ്റ്റെപ്സുകളുണ്ട്. അത് നമുക്ക് എങ്ങനെയാണ് നമുക്കിനി നോക്കാം. അപ്പൊ ഫസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്, ആലീസിന് ഒരു കീ ഉണ്ടാവും. ആലീസിന് ഒരു പ്രൈവറ്റ് കീ ഉണ്ടാവും, ബോബിന് ഒരു പ്രൈവറ്റ് കീ ഉണ്ടാവും. അപ്പൊ ഈ ആലീസിന്റെയും ബോബിന്റെയും പ്രൈവറ്റ് കീ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഈ ബോബിന്റെ പ്രൈവറ്റ് കീ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, ബോബ് ഒരു പബ്ലിക് കീ ഉണ്ടാക്കും. ആലീസിന്റെ പ്രൈവറ്റ് കീ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, ആലീസ് ഒരു പബ്ലിക് കീ ഉണ്ടാക്കും. ക്ലിയർ ആയില്ലേ? അപ്പൊ ഫസ്റ്റ് ഒരു ആലീസും ബോബും ഉണ്ട്. അപ്പൊ ആലീസിനും ബോബും തമ്മിൽ ഒരു കീ എഗ്രിമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആലീസിനും ബോബിനും ഒരു പ്രൈവറ്റ് കീ ഉണ്ടാവും. അപ്പൊ ആലീസ് എന്ത് ചെയ്യുന്നു, ആലീസിന്റെ പ്രൈവറ്റ് കീ വെച്ചിട്ട് ഒരു പബ്ലിക് കീ ഉണ്ടാക്കും. അതേപോലെ തന്നെ ബോബിന്റെ പ്രൈവറ്റ് കീ ഉപയോഗിച്ചുകൊണ്ട് ബോബ് ഒരു പബ്ലിക് കീ ഉണ്ടാക്കും. എന്നിട്ട് ഈ പബ്ലിക് കീ എന്ത് ചെയ്യുന്നു, ആലീസിന്റെ പബ്ലിക് കീ ബോബിന് സെൻഡ് ചെയ്ത് കൊടുക്കും, ബോബിന്റെ പബ്ലിക് കീ ആലീസിന് സെൻഡ് ചെയ്ത് കൊടുക്കും. നെക്സ്റ്റ് എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഈ ബോബിന്റെ പബ്ലിക് കീയും ആലീസിന്റെ പ്രൈവറ്റ് കീയും വെച്ചിട്ട്, അതായത് ബോബിന്റെ പബ്ലിക് കീയും ആലീസിന്റെ പ്രൈവറ്റ് കീയും വെച്ചിട്ട് കമ്പൈൻ ചെയ്തിട്ട് ആലീസ് ഒരു കീ ജനറേറ്റ് ചെയ്യും. ഇതേ സെയിം പ്രൊസീജിയർ തന്നെ ബോബ് എന്ത് ചെയ്യുന്നു, ആലീസിന്റെ പബ്ലിക് കീയും ബോബിന്റെ പ്രൈവറ്റ് കീയും കമ്പൈൻ ചെയ്തിട്ട് ഒരു കീ ജനറേറ്റ് ചെയ്യും. ഈ രണ്ട് കീയും എന്തായിരിക്കും, സെയിം ആയിരിക്കും. അപ്പൊ ഈ ആലീസ് യൂസ് ചെയ്യുന്ന ഈ കീയും ഈ ജനറേറ്റ് ചെയ്ത കീയും ബോബ് ജനറേറ്റ് ചെയ്ത കീയും സെയിം ആയിരിക്കും. അപ്പൊ ഒരു തേർഡ് പാർട്ടി വന്നു എന്ന് വെച്ചോ, ഈവ് എന്ന് പറഞ്ഞൊരു തേർഡ് പാർട്ടി ഉണ്ടെന്ന് വെച്ചോ. ഈവിന് ആലീസിന്റെ പ്രൈവറ്റ് കീയും ബോബിന്റെ പ്രൈവറ്റ് കീയും ആക്സസിബിൾ അല്ലാത്തത് കൊണ്ട് ഈ കീ ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഈ ആലീസും ബോബും ജനറേറ്റ് ചെയ്യുന്ന ഒരു സെഷൻ കീയെ ഈവിന് ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇതാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ്. അപ്പൊ ഇതെങ്ങനെ ഇനി വർക്ക് ചെയ്യുന്നത് നമുക്കിനി നോക്കാം. അപ്പൊ ഫസ്റ്റ് നമുക്കിപ്പോ 3 പാർട്ടി ഇപ്പൊ നമുക്ക് കൺസിഡർ ചെയ്യാം. ആലീസ് ഉണ്ട്, ബോബ് ഉണ്ട്, ഈവ് ഉണ്ട്. അപ്പൊ ഇവിടെ കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നടക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ആലീസും ബോബും തമ്മിലാണ്. അപ്പൊ ഇവിടെ ഈവിന് എന്താണ്, ജസ്റ്റ് ഇപ്പം ഈ ആലീസും ബോബും തമ്മിലുള്ള ജസ്റ്റ് ഈ കമ്മ്യൂണിക്കേഷൻ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഈ ആലീസിന്റെ ബോബിന്റെ ഈ പ്രൈവറ്റ് കീ, ഇവിടെ ആലീസിന്റെ പ്രൈവറ്റ് കീ A = 6ഉം ബോബിന്റെ പ്രൈവറ്റ് കീ B = 15ഉം, ഇത് രണ്ടും ഈവിന് കാണാൻ പറ്റില്ല. ബാക്കിയുള്ള ഈ കമ്മ്യൂണിക്കേഷൻ മൊത്തം എന്താണ്, ഈവിന് ഒബ്സർവബിൾ ആണ്. അപ്പൊ നമ്മൾ എന്താണ് ഈ ഡെഫി-ഹെൽമാൻ കീ എഗ്രിമെന്റ് വെച്ചിട്ടുണ്ടായിരുന്നു ക്രിയേറ്റ് ചെയ്യുന്ന കീയെ ഈവിന് ആക്സസിബിൾ അല്ല, അല്ലെങ്കിൽ ഈവിന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റൂല എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഈവിന്റെ കോളം കൂടി ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്തേക്കുന്നത്. അപ്പൊ ഫസ്റ്റ് ഡെഫി-ഹെൽമാൻ കീ എഗ്രിമെന്റിൽ we need 2 prime number. ഫസ്റ്റ് നമ്മളൊരു പ്രൈം നമ്പർ എടുത്തു, P = 23. ഇത് നമ്മൾ മോഡുലോ ഓപ്പറേഷന് വേണ്ടിയിട്ട് എടുക്കുന്ന പ്രൈം നമ്പർ ആണ് P = 23 ഫോർ മോഡുലോ ഓപ്പറേഷൻ. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ആലീസ് ഒരു പ്രൈവറ്റ് കീ അല്ല ഈ മോഡുലോ ഓപ്പറേഷൻ ഇതിന്റെ കൂടെ തന്നെ വേറൊരു ഒരു നമ്പറും കൂടി ഇവര് എടുക്കണം. അപ്പം ഫസ്റ്റ് ഇതിന്റെ ബേസിക്കലി ആലീസ് എന്ത് ചെയ്യണം, ഒരു ആലീസും ബോബും തമ്മിൽ ഏതെങ്കിലും ഒരു പ്രൈം നമ്പർ എടുക്കുക മോഡുലോ ഓപ്പറേഷന് വേണ്ടിയിട്ട്. പിന്നെ വേറെ ഏതെങ്കിലും ഒരു എക്സ്പൊണന്റിന് വേണ്ടിയിട്ട് വേറൊരു ഒരു പബ്ലിക് കീ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു നമ്പർ എടുക്കുക. ഇതെന്താണ്, ആലീസും ബോബും തമ്മിൽ ഇന്റർനെറ്റിൽ കൂടി എല്ലാവർക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇത് ഈവിനും ആക്സസിബിൾ ആണ്. അപ്പം ആലീസും ബോബും 2 നമ്പർ എടുത്തു. അപ്പം P = 23, G = 5. ഇവിടെ ഈ കേസിൽ ഈവിനും കൂടി ഈ നമ്പർ ആക്സസിബിൾ ആണ്. കാരണം ഇത് ഇൻസെക്യൂർ കമ്മ്യൂണിക്കേഷൻ ചാനലിൽ കൂടിയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈവിനും ഇത് ആക്സസിബിൾ ആണ്. ഇനി നെക്സ്റ്റ് എടുക്കുന്നത് ആലീസ് ഒരു പ്രൈവറ്റ് കീ ആണ്.
ഇപ്പൊ ആലീസിന്റെ പ്രൈവറ്റ് കീ ഒരു നമ്പർ, അതായത് 23ന്റെ താഴെയുള്ള ഒരു നമ്പർ എടുത്തു. ആലീസ് ഒരു 6 എന്ന് പറഞ്ഞെടുത്തു. ബോബും അതേപോലെ തന്നെ ബോബിന് ഒരു പ്രൈവറ്റ് കീ ജനറേറ്റ് ചെയ്തു. ബോബ് 50 എന്ന് പറഞ്ഞൊരു നമ്പർ എടുത്തു. ഇത് റാൻഡം ആയിട്ട് എടുക്കുന്ന ഒരു നമ്പറാണ്. 23ന്റെ താഴെയുള്ള ഒരു റാൻഡം ആയിട്ടുള്ള ഒരു നമ്പർ എടുത്തു. അപ്പൊ ഇവിടെ ഒരു ഇതെന്താണ്, ഇത് പ്രൈവറ്റ് കീ ആണ് ബി. ഓക്കെ, അപ്പൊ ആലീസും ബോബും എന്ത് ചെയ്യുന്നു, ഓരോ പ്രൈവറ്റ് കീ ജനറേറ്റ് ചെയ്തു, അല്ലെങ്കിൽ റാൻഡം ആയിട്ട് ഒരു പ്രൈവറ്റ് കീ എടുത്തു. എന്നിട്ട് എന്താ ഇവിടെ ആലീസ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പബ്ലിക് കീ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആലീസിന്റെ പബ്ലിക് കീ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജിയുടെ എന്താണ് ആ പ്രൈവറ്റ് കീ ടൈംസ് ഇതാണ് ജി, അല്ലെങ്കിൽ ജിയുടെ പ്രൈവറ്റ് കീന്റെ പവർ ആയിട്ട് ജിനെ ജി ടു ദ പവർ ഓഫ് പ്രൈവറ്റ് കീ ആയിട്ട് ആലീസ് ഉള്ള ഒരു വാല്യൂ കണ്ടുപിടിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് വിത്ത് മോഡുലോ 23 ഫസ്റ്റിലത്തെ. അപ്പൊ നമുക്ക് എന്താണ് 8 എന്ന് പറഞ്ഞ് കിട്ടി. ഇതാണ് ആലീസിന്റെ പബ്ലിക് കീ. ബോബിന് അതേപോലെ തന്നെ 5 ടു ദ പവർ ഓഫ് 15, 5 എന്ന് പറഞ്ഞാൽ എടുക്കുന്ന കോമൺ ആയിട്ട് എടുക്കുന്ന നമ്പർ ജി ആണ് 5. അതിന്റെ പവർ ഓഫ് ബോബിന്റെ പ്രൈവറ്റ് കീ അത് 90 എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ കിട്ടി. ഇത് ബോബിന്റെ പബ്ലിക് കീ ആണ്. അപ്പം ആലീസും ചെയ്യുന്ന ഒരു പ്രൈവറ്റ് കീ ജനറേറ്റ് ചെയ്തു, അതേപോലെ തന്നെ ബോബും പ്രൈവറ്റ് കീ ജനറേറ്റ് ചെയ്തു. എന്നിട്ട് ഈ പ്രൈവറ്റ് കീ ഉപയോഗിച്ചുകൊണ്ട് ഒരു പബ്ലിക് കീ ആലീസും ബോബും കണ്ടുപിടിച്ചു. നെക്സ്റ്റ് എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ പബ്ലിക് കീ എന്ത് ചെയ്യുന്നു, ആലീസ് ബോബിനും ബോബിന്റെ പബ്ലിക് കീ ബോബ് ആലീസിന് സെൻഡ് ചെയ്ത് കൊടുക്കണം. അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ എന്താണ്, ബോബിന്റെ പബ്ലിക് കീ ഇവിടെ ആലീസിന് കിട്ടി, ആലീസിന്റെ പബ്ലിക് കീ ബോബിനും കിട്ടി. അപ്പൊ സെയിം കമ്മ്യൂണിക്കേഷൻ ചാനലിലെ ഈവോ ഉള്ളതുകൊണ്ട് ഈവിനും ആലീസിന്റെയും ബോബിന്റെയും പബ്ലിക് കീ ആക്സസിബിൾ ആയിരിക്കും. ഇനിയിപ്പോ ഇവിടുന്ന് ഒരു കീ അഗ്രിമെന്റിൽ എത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഇവിടെ ബോബ് എന്ത് ചെയ്തു, അല്ലെങ്കിൽ ആലീസ് എന്ത് ചെയ്തു, ഈ ബോബിന്റെ പബ്ലിക് കീ ടൈംസ് പബ്ലിക് കീന്റെ പവർ ആയിട്ട് ആലീസിന്റെ പ്രൈവറ്റ് കീ കൊടുത്തു. അത് ഇവിടെ ബോബിന്റെ പബ്ലിക് കീ ടു ദ പവർ ഓഫ് ആലീസ് പ്രൈവറ്റ് കീ. സോ 19 ടു ദ പവർ ഓഫ് 6 that will be modulo 23, that will be 2. ആൻഡ് ബോബ് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആലീസിന്റെ പബ്ലിക് കീന്റെ ആലീസ് പബ്ലിക് കീ ടു ദ പവർ ഓഫ് ബോബ് പ്രൈവറ്റ് കീ. സോ ഇവിടെ ആലീസിന്റെ പബ്ലിക് കീ 8 ആണ്, അതിന്റെ പവർ ഓഫ് ബോബിന്റെ പ്രൈവറ്റ് കീ അത് 15 ആണ്. അപ്പൊ അത് മോഡുലോ 23 കൊടുത്തു. സോ വിൽ ഗെറ്റ് 2. അപ്പൊ ഇവിടെ എന്താണ്, ഈ ആലീസും ബോബും തമ്മിലുള്ള ഒരു കീ 2 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കീയെ എന്താണ് കീ അഗ്രിമെന്റിൽ എത്തുവാണ്. അപ്പൊ ഇവിടെ ആലീസും കീ 2 ആയിട്ട് തീരുമാനിച്ചു, അതേപോലെ തന്നെ ബോബും കീ 2 ആയിട്ട് തീരുമാനിച്ചു. ഇവിടെ തേർഡ് പാർട്ടി ആയിട്ടുള്ള ഈവിന് ഈ ബോബിന്റെയും ആലീസിന്റെയും പ്രൈവറ്റ് കീ ആക്സസിബിൾ അല്ലാത്തതുകൊണ്ട് ഈവിന് ഈ 2 എന്ന് പറഞ്ഞ നമ്പർ ഈവിന് ജനറേറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ഈ ജനറേറ്റ് ചെയ്ത ഈ എഗ്രിമെന്റ് വന്ന് ഈ 2 എന്ന് പറഞ്ഞ കീയെ എന്താണ് ഈവിന് ഇന്നാക്സസിബിൾ ആണ്. ക്ലിയർ ആയില്ലേ? അപ്പൊ ഫസ്റ്റ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ 2 നമ്പർ ഏതെങ്കിലും ഒരു കോമൺ ആയിട്ട് 2 നമ്പർ ഏതെങ്കിലും ഒന്ന് എടുക്കുന്നു. ഇപ്പം ഒരു പി എം ജി എന്ന് പറഞ്ഞ 2 നമ്പർ ഈവും ആലീസും ബോബും പി എം ജി എന്ന് പറഞ്ഞ 2 നമ്പർ എടുത്തു. എന്നിട്ട് ഈ നമ്പർ എന്ത് ചെയ്യുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് ആലീസിനും ബോബിനും ഈക്വൽ ആയിട്ടുള്ള 2 നമ്പർ കിട്ടി. ഇത് ഇൻസെക്യൂർ ചാനലിൽ കൂടി ആയിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് വെച്ചാൽ ആലീസ് എന്ത് ചെയ്യുന്നു, ആലീസ് ഒരു റാൻഡം ആയിട്ടുള്ള നമ്പർ എടുത്തു, ബോബും അതേപോലെ തന്നെ ഒരു റാൻഡം ആയിട്ടുള്ള നമ്പർ പ്രൈവറ്റ് കീ ആയിട്ട് എടുത്തു. അപ്പൊ ഇവിടെ എ എന്ന് പറഞ്ഞത് ആലീസിന്റെ പ്രൈവറ്റ് കീയും ബി എന്ന് പറഞ്ഞത് ബോബിന്റെ പ്രൈവറ്റ് കീയും ആണ്. നെക്സ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പബ്ലിക് കീ ജനറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആലീസും ബോബും ഒരു പബ്ലിക് കീ ജനറേറ്റ് ചെയ്യുകയാണ്. അപ്പൊ അത് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ ജി ടു ദ പവർ ഓഫ് ആലീസ് പ്രൈവറ്റ് കീ മോഡ് പി ഓർ 5 ടു ദ പവർ ഓഫ് 6 മോഡ് 23. ഹിയർ സിമിലർ ബോബ് എന്താ ചെയ്തതെന്ന് വെച്ചാൽ ബോബിന്റെ എന്താണ് ജിയുടെ പവർ ആയിട്ട് ബോബിന്റെ പ്രൈവറ്റ് കീ കൊടുത്തു, മോഡ് 23 കൊടുത്തു. അപ്പം ആലീസും ബോബും എന്ത് ചെയ്യുന്ന ഒരു പബ്ലിക് കീ ജനറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി ഈ പബ്ലിക് കീ എന്ത് ചെയ്തു, ആലീസും ബോബും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. എന്നിട്ട് ഫൈനലി എന്ത് ചെയ്യുന്നു, ഈ സെഷൻ കീ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ആലീസ് എന്താ ചെയ്തതെന്ന് വെച്ചാൽ ബോബിന്റെ പ്രൈവറ്റ് കീ ടു ദ പവർ ഓഫ് ആലീസ് ബോബിന്റെ പബ്ലിക് കീ ടു ദ പവർ ഓഫ് ആലീസിന്റെ പ്രൈവറ്റ് കീ എടുത്തു,
ബോബ് ആലീസിന്റെ പബ്ലിക് കീ ടു ദ പവർ ഓഫ് ബോബിന്റെ പ്രൈവറ്റ് കീ എടുത്തു. അത് കോമൺ എന്ന് പറഞ്ഞ 2 എന്ന് പറഞ്ഞൊരു വാല്യൂയിൽ കിട്ടി. ഇവിടെ ഈ 2 എന്ന് പറഞ്ഞ വാല്യൂ ഈവിന് ഇന്നാക്സസിബിൾ ആണ്. കാരണം എന്താണ്? ഈവിന് ബോബിന്റെ ആലീസിന്റെ പ്രൈവറ്റ് കീ അറിയത്തില്ല. അരുൺ മൈക്ക് ഓൺ ചെയ്യോ? നിഖിൽ മൈക്ക് ഓൺ ചെയ്യോ? അനുഗ്രഹ ഹലോ സർ. അനുഗ്രഹ ഇപ്പൊ ഇതിന്റെ ഡെഫി ഹെൽമൻ കീ അഗ്രിമെന്റ് ഒന്ന് പറയോ? സ്ലൈഡ് നോക്കിയിട്ട് പറയോ? ഫസ്റ്റ് എന്താ ചെയ്യണ്ടേ? രണ്ട് പ്രൈം നമ്പേഴ്സ് സെലക്ട് ചെയ്യുന്നു. ഓക്കെ ഓക്കെ. പിന്നെ ആലീസ് ഒരു പ്രൈവറ്റ് കീ എടുക്കുന്നു. A=6. ഓക്കെ. ബി ബോബും B=15 എടുക്കും. ഓക്കെ. പിന്നെ ആലീസ് പബ്ലിക് കീ കണ്ടുപിടിക്കുന്നു. A=5 mod 23. ബോബും പബ്ലിക് കീ കണ്ടുപിടിക്കുന്നു. ഓക്കെ. പബ്ലിക് കീ എക്സ്ചേഞ്ച് ചെയ്യുന്നു. ആലീസിന്റെ ബോബിനും ബോബിന്റെ ആലീസിനും കൊടുക്കും. ഓക്കെ. പിന്നെ ബോബിന്റെ പബ്ലിക് കീ എടുത്തിട്ട് ആലീസിന്റെ പ്രൈവറ്റ് കീന്റെ പവർ ആയിട്ട് കൊടുത്തിട്ട് ഒരു കീ കണ്ടുപിടിക്കുന്നു. ഓക്കെ. ബോബും അതേപോലെ ചെയ്യുമ്പോൾ രണ്ട് കോമൺ ആയിട്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അനുഗ്രഹ അപ്പം ഇതാണ് ഡെഫി ഹെൽമൻ കീ എഗ്രിമെന്റ്. ഇത് വളരെ ജസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ളൊരു അൽഗരിതമാണ്. അപ്പൊ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഇത് ചിലപ്പം എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇതിൽ ഓരോന്നിന്റെ സീക്രസി ചാർട്ടൊക്കെയാണ്. ഏതൊക്കെ കീയാണ് ആർക്കൊക്കെയാണ് അറിയാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇത് നോർമലി നമ്മളിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്ന ഈ പ്രൈവറ്റ് കീയും പബ്ലിക് കീയും ഒക്കെ ഏകദേശം എത്രയാണ്? 1024 ബിറ്റ് ലോങ് ആയിരിക്കും. 1024 ബിറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 300 ഡെസിമൽ ഡിജിറ്റ് ഉള്ള നമ്പർ ആയിരിക്കും. വളരെ വലിയ നമ്പർ ആയിരിക്കും ഈ എയും ബി ഒക്കെ വരുന്നത്. ഈ പ്രൈം നമ്പറും എല്ലാം മോഡിലോ വരുന്നതൊക്കെ വലിയ നമ്പർ ആയിരിക്കും വരുന്നത്. പിന്നെ അതിന്റെ അൽഗരിതത്തിന്റെ സ്റ്റെപ്പ്. ഇതാണ് ഇതിന്റെ ആർക്കിടെക്ചർ വരുന്നത്. അപ്പൊ നേരത്തെ ഈ അൽഗരിതം എക്സ്പ്ലെയിൻ ചെയ്ത പോലെ തന്നെ ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ ഫസ്റ്റ് പിയും ജിയും ആലീസും ബോബും എടുത്തു. എന്നിട്ട് രണ്ടുപേരും ഇവരുടെ പബ്ലിക് കീ ജനറേറ്റ് ചെയ്തു. ഇത് രണ്ട് പബ്ലിക് കീ ആണ്. എന്നിട്ട് ഈ പബ്ലിക് കീ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തു. ദെൻ ഇതിന്റെ പ്രൈവറ്റ് കീ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഫൈനലി സെഷൻ കീ അല്ലെങ്കിൽ സെഷൻ കീ പ്രൈവറ്റ് കീ വെച്ചിട്ട് സെഷൻ കീ കണ്ടുപിടിക്കണം. ഇതാണ് ഇത് സീക്രട്ട് കീ. എല്ലാവർക്കും ഇത്രയും ക്ലിയർ ആയില്ലേ? അപ്പൊ നമ്മൾ ഈ മൊഡ്യൂളിൽ നമ്മളിപ്പം കണ്ടതെന്ന് വെച്ചാൽ 5th മൊഡ്യൂളിൽ നമ്മൾ കണ്ടതെന്ന് വെച്ചാൽ RS അൽഗരിതം എന്താന്ന് നോക്കി. എന്താണ് പബ്ലിക് കീ ക്രിപ്റ്റോ സിസ്റ്റം എന്താന്ന് നോക്കി. ഈ പബ്ലിക് കീ ക്രിപ്റ്റോ സിസ്റ്റത്തിൽ 2 കീസ് ഉണ്ടാവും. ഒരു പ്രൈവറ്റ് കീ ഉണ്ടാവും, ഒരു പബ്ലിക് കീയും ഉണ്ടാവും. ഈ
എന്താണ് ഈ പ്രൈവറ്റ് കീ വെച്ചിട്ട് ഡാറ്റ കമ്മ്യൂണിക്കേഷനിലാണെങ്കിൽ പ്രൈവറ്റ് കീ വെച്ചിട്ട് എൻക്രിപ്റ്റ് ചെയ്യുന്നു, പബ്ലിക് കീ വെച്ചിട്ട് ഡീക്രിപ്റ്റ് ചെയ്യുന്നു. ഇനി ഡിജിറ്റൽ സിഗ്നേച്ചറിലാണെങ്കിൽ പ്രൈവറ്റ് കീ വെച്ചിട്ട് എൻക്രിപ്റ്റ് ചെയ്യുന്നു, പബ്ലിക് കീ വെച്ചിട്ട് ഡീക്രിപ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് അപ്പൊ എൻക്രിപ്ഷനും ഡീക്രിപ്ഷനും എന്താണ് ഈ പബ്ലിക് കീയും പ്രൈവറ്റ് കീ വെച്ചിട്ടായിരിക്കും ഈ പബ്ലിക് കീ ക്രിപ്റ്റോ സിസ്റ്റത്തിൽ നടക്കുന്നത്. ഇത് രണ്ട് ഡിഫറെന്റ് കീ ആയിരിക്കും വരുന്നത്. അതേപോലെ തന്നെ ഒരു പ്രൈവറ്റ് കീ ഉണ്ടെങ്കിൽ പബ്ലിക് കീ കണ്ടുപിടിക്കാൻ പറ്റില്ല, പബ്ലിക് കീ മാത്രം ഉണ്ടെങ്കിൽ പ്രൈവറ്റ് കീയും കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇത് രണ്ടും ഒരാൾക്ക് ഇതിന്റെ ഓണർക്ക് മാത്രം ജനറേറ്റ് ചെയ്യാനാണ് പറ്റുന്നത്. അപ്പം ഈ പബ്ലിക് കീ ഉണ്ടെങ്കിൽ ഒരിക്കലും അതിന്റെ കറസ്പോണ്ടിങ് പ്രൈവറ്റ് കീയും കണ്ടുപിടിക്കാൻ പറ്റില്ല, പ്രൈവറ്റ് കീ ഉണ്ടെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് പബ്ലിക് കീയും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ളൊരു സിസ്റ്റമാണ് പബ്ലിക് കീ ക്രിപ്റ്റോ സിസ്റ്റം. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ട്രാപ്പ് ഡോർ ഫംഗ്ഷൻ എന്താന്ന് തോന്നി കണ്ടു. അപ്പൊ അത് ഒരു ഡയറക്ഷനിൽ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പമാണ്, അടുത്ത ഡയറക്ഷനിൽ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇങ്ങനെയുള്ള ഒരു ട്രാപ്പ് ഡോർ ഫംഗ്ഷൻ കൊണ്ടാണ് ഒരു ടിപ്പിക്കലി ഒരു പബ്ലിക് കീ ക്രിപ്റ്റോ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. Then we also seen the applications of public key cryptography. The first one is the data communication, then digital signature, then it is also used in cryptocurrencies and ransomware. Here ransomware is a virus. So നമുക്ക് സാധാരണ ഇത് പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല, ഇത് ആപ്ലിക്കേഷൻ ആയിട്ട് പറയാൻ പറ്റില്ല, പക്ഷെ ഇതൊരു വൈറസിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഒരു വൈറസ് ഉണ്ടാക്കുന്ന ഒരു ആപ്ലിക്കേഷൻ അല്ല, എന്നാലും നമുക്ക് പറയാം ഇത് വൈറസിൽ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഈ പബ്ലിക് കീ ക്രിപ്റ്റോ സിസ്റ്റം. അപ്പൊ കമ്പാരിറ്റീവ്ലി പബ്ലിക് കീ ക്രിപ്റ്റോ സിസ്റ്റം സിമെട്രിക് കീ ക്രിപ്റ്റോ സിസ്റ്റം ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇതൊരു അസിമെട്രിക് കീ ക്രിപ്റ്റോ സിസ്റ്റം ആണ്. കാരണം ഡിഫറെന്റ് എൻക്രിപ്ഷന് ഡീക്രിപ്ഷന് ഡിഫറെന്റ് കീ ആണ്, അതുകൊണ്ട് അസിമെട്രിക് കീ ക്രിപ്റ്റോ സിസ്റ്റം പറയുന്നത്. അപ്പൊ ഇത് സിമെട്രിക് കീ ക്രിപ്റ്റോ സിസ്റ്റം ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇത് കുറച്ച് സ്ലോ ആണ്. അസിമെട്രിക് കീ ക്രിപ്റ്റോ സിസ്റ്റം സിമെട്രിക് കീ ക്രിപ്റ്റോ സിസ്റ്റം ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് സ്ലോ ആണ്. അതുകൊണ്ട് ടിപ്പിക്കലി ഇന്റർനെറ്റിലുള്ള ഡാറ്റ ട്രാൻസാക്ഷൻ നമ്മൾ സിമെട്രിക് കീ ക്രിപ്റ്റോ സിസ്റ്റം ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ സെഷനൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ അസിമെട്രിക് കീ ക്രിപ്റ്റോ സിസ്റ്റം യൂസ് ചെയ്യുന്നത്. മാത്രമല്ല നമുക്ക് ഒരു സൈറ്റിന്റെ ഒതന്റിസിറ്റി ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഈ അസിമെട്രിക് കീ ക്രിപ്റ്റോ സിസ്റ്റം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ നമ്മൾ RSA എൻക്രിപ്ഷന്റെ അൽഗോരിതം എങ്ങനെയാന്ന് നോക്കി, ഒരു എക്സാമ്പിൾ 2-3 എക്സാമ്പിൾസ് ഒക്കെ കണ്ടു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, RSA എൻക്രിപ്ഷൻ. അതിന്റെ എക്സാമ്പിൾസ് ഒക്കെ ചിലപ്പം എക്സാമിനൊക്കെ ചോദിക്കുമായിരിക്കും. പിന്നെ അതിന്റെ അൽഗോരിതം എക്സാമ്പിൾ കഴിഞ്ഞിട്ട് നമ്മൾ അതിന്റെ അൽഗോരിതം കണ്ടു. പിന്നെ നമ്മൾ നെക്സ്റ്റ് നോക്കിയത് എന്ന് വെച്ചാൽ ഡിജിറ്റൽ സിഗ്നേച്ചർ ആണ്. അപ്പം ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷനിലാണെങ്കിൽ നമ്മൾ ടിപ്പിക്കലി പബ്ലിക് കീ കൊണ്ടാണ് എൻക്രിപ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഡിജിറ്റൽ സിഗ്നേച്ചറിന്റെ കേസിൽ പ്രൈവറ്റ് കീ കൊണ്ടാണ് എൻക്രിപ്റ്റ് ചെയ്യുന്നത്. എന്നിട്ട് ഡീക്രിപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പബ്ലിക് കീ യൂസ് ചെയ്യുന്നത്. ഹിയർ യു ക്യാൻ സീ ദ സർവീസസ് ഓഫ് ദ ഡിജിറ്റൽ സിഗ്നേച്ചർ. ദ ഫസ്റ്റ് വൺ ഈസ് മെസ്സേജ് ഒതന്റിക്കേഷൻ, ദെൻ മെസ്സേജ് ഇന്റഗ്രിറ്റി, നോൺ റെപ്യൂഡിയേഷൻ ആൻഡ് കോൺഫിഡൻഷ്യാലിറ്റി. അപ്പം ഈ ഡിജിറ്റൽ സിഗ്നേച്ചർ കൊണ്ട് നമുക്ക് മെസ്സേജ് അതിന്റെ ഒതന്റിസിറ്റി, അത് ഒറിജിനൽ ഓണർ തന്നെയാണ് ക്രിയേറ്റ് ചെയ്തത്, അത് മാനിപ്പുലേറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള മെസ്സേജിന്റെ ഇന്റഗ്രിറ്റിയും ഒതന്റിസിറ്റിയും ഒക്കെ നമുക്ക് ഡിജിറ്റൽ സിഗ്നേച്ചർ കൊണ്ട് വെരിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ നോൺ റെപ്യൂഡിയേഷൻ നമുക്ക് പ്രിവെന്റ് ചെയ്യാനും പറ്റും. ഇവിടെ നോൺ റെപ്യൂഡിയേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ സെൻഡർ പറയുകയാണ് ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ റിസീവർ പറയുകയാണ്, അല്ല സെൻഡർ പറയുകയാണ് ഞാൻ അയച്ച ഡോക്യുമെന്റ് ഇതല്ല, വേറൊരു ഡോക്യുമെന്റ് ആണ് അയച്ചതെന്ന് സെൻഡർക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല, കാരണം സെൻഡർ സൈൻ ചെയ്തിട്ടാണ് അയക്കുന്നത്. ഇപ്പൊ നോൺ റെപ്യൂഡിയേഷന് നമുക്ക് റെപ്യൂഡിയേഷൻ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. നെക്സ്റ്റ് നമ്മൾ കണ്ടതെന്ന് വെച്ചാൽ കീ മാനേജ്മെന്റിന്റെ സ്റ്റെപ്പാണ്. ഈ കീ മാനേജ്മെന്റിൽ തന്നെ സിമെട്രിക് കീ മാനേജ്മെന്റും ഉണ്ട്, അസിമെട്രിക് കീ മാനേജ്മെന്റും ഉണ്ട്, അല്ലെങ്കിൽ പബ്ലിക് കീ മാനേജ്മെന്റും ഉണ്ട്. അപ്പൊ നമ്മൾ ഫസ്റ്റ് കണ്ടത് പബ്ലിക് കീ മാനേജ്മെന്റ് ആണ്. ഈ പബ്ലിക് കീ മാനേജ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 3 ടെക്നിക്കാണ് വരുന്നത്: പബ്ലിക് കീ അനൗൺസ്മെന്റ്, ട്രസ്റ്റഡ് സെന്റർ ആൻഡ് സർട്ടിഫിക്കേഷൻ അതോറിറ്റി. ഈ പബ്ലിക് കീ അനൗൺസ്മെന്റ് ആണെങ്കിൽ നമ്മൾ ഇവിടെ കീ നമ്മുടെ പബ്ലിക് കീ RSA എൻക്രിപ്ഷനിലുള്ള RSA പബ്ലിക് കീ ക്രിപ്റ്റോഗ്രഫിയിലുള്ള പബ്ലിക് കീ നമ്മൾ ന്യൂസ് പേപ്പറിലിടോ അല്ലെങ്കിൽ വെബ്സൈറ്റിലിടോ ഒക്കെ ചെയ്യുവാണ് പബ്ലിക് കീ അനൗൺസ്മെന്റ് വരുന്നത്. ഇനി ട്രസ്റ്റഡ് സെന്റർ ആണെങ്കിൽ നമ്മളൊരു തേർഡ് പാർട്ടീനെ നമ്മുടെ പബ്ലിക് കീ ഏൽപ്പിക്കുന്നതാണ് ട്രസ്റ്റഡ് സെന്റർ എന്ന് പറയുന്നത്. ഇനി സർട്ടിഫിക്കേഷൻ അതോറിറ്റി ആണെങ്കിൽ നമ്മുടെ പബ്ലിക് കീ
ഏതെങ്കിലും ഒരു സർട്ടിഫിക്കേഷൻ അതോറിറ്റിന്റെ അടുത്ത് നിന്ന് ഡിജിറ്റലി സൈൻ ചെയ്ത് വാങ്ങിക്കുന്നതിനെയാണ് മൂന്നാമത്തെ ടെക്നിക്ക് വരുന്നത്. പിന്നെ നമ്മൾ സിമെട്രിക് കീ മാനേജ്മെന്റ് കണ്ടു. ഈ സിമെട്രിക് കീ മാനേജ്മെന്റ് അല്ലെങ്കിൽ സിമെട്രിക് കീ രണ്ട് യൂസർ ഈ സിമെട്രിക് കീ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് കീ ഡിസ്ട്രിബ്യൂഷൻ സെന്റർ ആണ് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ ഈ കീ ഡിസ്ട്രിബ്യൂഷൻ സെന്ററിന്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ട്രാഫിക് ഉണ്ടെങ്കിൽ കീ ഡിസ്ട്രിബ്യൂഷൻ സെന്റർ സ്ലോ ആകും. അതേപോലെ തന്നെ ഇതിന്റെ ഒതന്റിസിറ്റിയും കോൺഫിഡൻഷ്യാലിറ്റിയും ഒക്കെ നമുക്ക് 100% ഉറപ്പ് വരുത്താൻ പറ്റില്ല. ഇതൊരു തേർഡ് പാർട്ടി ഹാൻഡിൽ ചെയ്യുന്നതുകൊണ്ട് ഇതിന്റെ കോൺഫിഡൻഷ്യാലിറ്റി നമുക്ക് 100% ഉറപ്പ് വരുത്താൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്താണ് ഡഫി ഹെൽമാൻ കീ എഗ്രിമെന്റിലേക്ക് വരുന്നത്. ഇവിടെ ഡഫി ഹെൽമാൻ കീ എഗ്രിമെന്റിൽ രണ്ട് പാർട്ടീസ്, ഇപ്പം ബോബു ആലീസും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ ബോബു ആലീസും തമ്മിൽ എന്താണ് ഒരു സീക്രട്ട് കീ ജനറേറ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ ഒരു കീ എഗ്രിമെന്റിൽ എത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എന്താ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ബോബും ആലീസിനും ഓരോ പ്രൈവറ്റ് കീ ഉണ്ടാകും. അവർ എന്ത് ചെയ്യുന്നു, കറസ്പോണ്ടിങ് പബ്ലിക് കീ ജനറേറ്റ് ചെയ്യും. എന്നിട്ട് ഈ പബ്ലിക് കീ എന്ത് ചെയ്യുന്നു, ഈ പ്രൈവറ്റ് കീ വെച്ചിട്ടായിരിക്കും ഈ പബ്ലിക് കീ ജനറേറ്റ് ചെയ്യുന്നത്. ഇത് എന്നിട്ട് ട്രാൻസ്ഫർ ചെയ്യും ബോബു ആലീസും തമ്മിൽ. എന്നിട്ട് ഈ പബ്ലിക് കീ പ്രൈവറ്റ് കീ ഒക്കെ വെച്ചിട്ട് ഇവരെന്ത് ചെയ്യുന്നു, ഒരു കീയിലെ എഗ്രിമെന്റിൽ എത്തുകയാണ്. അപ്പൊ ഇത് എന്ത് ചെയ്യാൻ തേർഡ് പാർട്ടിക്ക് വിസിബിൾ ആയിരിക്കില്ല. അപ്പൊ എന്താണ് സെക്യൂർ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. പിന്നെ അതിന്റെ അൽഗോരിതത്തിന്റെ സ്റ്റെപ്സ് ആണ്. ജസ്റ്റ് ഇപ്പൊ ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ സ്വന്തമായിട്ട് തന്നെ ഇതിന്റെ ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ സ്വന്തമായിട്ടൊരു ഈ സ്റ്റെപ്പ് നമുക്ക് സ്വന്തമായിട്ട് എഴുതാൻ പറ്റും. പിന്നെ അതിന്റെ ആർക്കിടെക്ചറായിട്ട് ഇതും ജസ്റ്റ് മറ്റേ എങ്ങനെ അൽഗോരിതം വർക്ക് ചെയ്യുന്നതെന്ന് ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ ഇത് നമുക്ക് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാനും പറ്റും. ഇത്രയാണ് നമ്മൾ 5th മൊഡ്യൂളിൽ നോക്കിയിരിക്കുന്നത്. ഇപ്പം നമ്മുടെ 5th മൊഡ്യൂൾ കഴിഞ്ഞു. ഇനിയിപ്പം 4th മൊഡ്യൂളാണ് ഉള്ളത്. അപ്പോൾ 4th മൊഡ്യൂൾ കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു ഇതിൽ നമ്മുടെ സിലബസിൽ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള മൊഡ്യൂൾ 4th മൊഡ്യൂളാണ്. അതുകൊണ്ട് കുറച്ചുകൂടി ഡീപ്പായിട്ട് ഞാൻ എടുക്കാം. പിന്നെ അതൊന്ന് ജസ്റ്റ് ആദ്യം തൊട്ട് തന്നെ ഒരു ഐഡിയ ഉണ്ടാക്കി കഴിഞ്ഞെങ്കിൽ മാത്രമാണ് ഈ 4th മൊഡ്യൂളിൽ മൊത്തമായിട്ടുള്ള ഒരു 2-3 ബ്ലോക്ക് ഡയഗ്രം ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ 4th മൊഡ്യൂളിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടാക്കണം. അത് അടുത്ത ക്ലാസ്സിൽ ഞാൻ തുടങ്ങാം. പിന്നെ ലാസ്റ്റ് മൊഡ്യൂൾ മൊത്തം തിയറിയാണ്. അത് സിമ്പിളായിട്ട് പെട്ടെന്ന് നമുക്ക് പോകാൻ പറ്റും. അപ്പൊ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ റോൾ നമ്പർ ഇട്ടിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം.